ഹലോ മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. കാരണം സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം നമ്മൾ കൂടുതൽ സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഈ ഗ്ലൗസ് ഇവിടെ കീറി പോകാറുണ്ട്. അത് കീറി പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്സാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ കാണണം. ഹലോ മച്ചാമാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഓണമായിട്ട് എല്ലാവർക്കും ഒരു ഓണാശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓണത്തിന് സ്പെഷ്യൽ വീഡിയോ ചെയ്യാനായിട്ടിരുന്ന വെച്ചാണ്. പക്ഷേ ഓണത്തിന് മുന്നേക്ക് 2-3 ദിവസം മഴയൊക്കെ അത് കാരണം നമ്മൾ സ്പോട്ടുകളിൽ ചെല്ലണം എല്ലായിടത്തും കലക്കലൊക്കെ അത് കാരണം നമുക്ക് ഫിഷിംഗ് ഒന്നും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ ഇടക്കാണ് നമ്മളിത് ഇന്നലെ തിരുവോണം കഴിഞ്ഞിട്ട് ഇന്നത്തെ ദിവസം 2ാമത്തെ ദിവസം നമ്മൾ ഇറങ്ങിയേക്കണം. അപ്പോൾ ഇന്ന് ഒരു ഫിഷിംഗ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഒരു സ്ലിംഗ് ഷോട്ടിൻ്റെ നമ്മുടെ ഗ്ലൗസ് കീറുന്നതിൻ്റെ ഒരു ടിപ്സാണ് നിങ്ങൾക്ക് അതും കൂടെ പറഞ്ഞുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനും കുഞ്ഞുണ്ട്. അപ്പോൾ കുഞ്ഞു ഇവിടെ ചെറിയ പൂഞ്ഞാനെ ഒക്കെ കണ്ടിട്ട് അങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പ്രദീപ് വെച്ചാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളൊരു നോർമൽ ഡാർട്ടിൽ നിന്ന് ആ ഒരു സെറ്റപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്ലിംഗ് ഷോട്ട് അടിക്കുമ്പോൾ നമുക്ക് മിക്കവാറും നമുക്ക് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലൗസിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ ഈ ഡാർട്ട് ഇങ്ങനെ പിടിക്കുന്ന ഭാഗം മിക്കവാറും കയറി പോകാറുണ്ട്. ഞാനിങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നമ്മുടെ ഈ തമ്പ് വിരലിൽ കയറി കഴിയുമ്പോൾ നേരെ ഊരിയതിന് ശേഷം തിരിച്ചിട്ടിട്ട് ചെറുവിരലിൽ തള്ളവിരലിലാക്കിയിട്ട് വീണ്ടും വിട്ടിട്ട് ഇവിടെയും കയറി കഴിയുമ്പോൾ നമ്മൾ ഗ്ലൗസ് മാറ്റുവാണ്. കാരണം വേറെ വിരലുകൾക്ക് വേറൊരു സ്ഥലത്തും ഡാമേജ് സംഭവിക്കില്ല. നമ്മൾ ഈ ഡാർട്ട് ഉപയോഗിക്കുന്ന പിടിക്കുന്ന ഭാഗത്ത് മാത്രമാണ് ഇപ്പം ഡാമേജ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് സംഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ഗ്രിപ്പുള്ള ഭാഗത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലൊക്കെ ഒന്ന് കിടക്കാം. എന്നിട്ട് ഇത് ചെയ്തതിന് ശേഷമാണ് നമുക്കൊന്നൊരു ഫിഷിങ് ചെയ്യാൻ. ഏകദേശം ഒരു 4-4.5 ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും മീൻ പിടുത്തമെന്ന് അറിയില്ല. ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ അത്യാവശ്യം തിലോപ്പി വരാലും കരിമീനൊക്കെ ഉള്ള സ്ഥലമാണ്. എന്തെങ്കിലും ഒരു മീനെങ്കിലും ചിലപ്പോൾ കിട്ടാനായിട്ട് സാധ്യതയുള്ളൂ. മീൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കാറ്റായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഏറ്റവും കയറിയിട്ടുണ്ട്. പിന്നെ കാറ്റും കൂടെ കൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഒന്ന് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ തന്നെ വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ തന്നെ നല്ല തിര ഇങ്ങനെ വന്നിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഈ ഒരു റബ്ബർ കഷ്ണം കണ്ട നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ 6M റബ്ബറാണിത്. ഇപ്പം ഞാൻ ഉപയോഗിച്ചിട്ട് പൊട്ടിപ്പോയിട്ട് ബാലൻസ് സെറ്റാക്കണം. പുതിയതിരിപ്പുണ്ട്. അപ്പോൾ പുതിയത് കട്ട് ചെയ്ത് ഡാമേജ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു പഴയ പീസ് ഞാൻ എടുക്കുവാണ്. ഇതിൻ്റെ വേണ്ട ഈ ഒരു അളവിന് നമ്മൾ പീസ് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു അളവിന് ഈ കട്ട് ചെയ്തെടുക്കുന്ന പീസ് നമ്മൾ പ്ലെയർ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ന്യൂസ് പ്ലെയർ ഇടുക. ന്യൂസ് പ്ലെയറിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയതിന് ശേഷം ഇവന് വിടർത്തി പിടിച്ചിട്ട് ഈ ഗ്രിപ്പിലേക്ക് അവനെ ഇട്ടിട്ട് നമുക്കൊരു ഫ്ലെക്സ് പിക്ക് ഒഴിച്ച് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ ഒരു സോഫ്റ്റ് ആയിരിക്കും, നമ്മുടെ ഗ്ലൗസ് കീറില്ല. അപ്പോൾ ആ ഒരു മെത്തഡാണ് നമ്മളിന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഏകദേശം ഒരു അളവ് ഞാൻ എടുക്കുന്നത്. നമുക്ക് കൂടുതൽ അളവൊന്നും വേണമെന്നില്ല. ഏകദേശം അതിന് വേണ്ട ഒരു അളവിൽ നമ്മൾ ഇതാണ് ന്യൂസ് പ്ലെയറാണ് കിട്ടുന്നത്. ന്യൂസ് പ്ലെയർ എന്ന് പറഞ്ഞിട്ട് കട്ടിംഗ് പ്ലെയറും ന്യൂസ് പ്ലെയറും ഉണ്ട്. അപ്പോൾ ന്യൂസ് പ്ലെയർ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് വെച്ച് തന്നെ നമുക്ക് ആ റബ്ബർ ഇടാനും പറ്റും. കട്ടിംഗ് പ്ലെയർ ആണെങ്കിൽ നമുക്കത് പറ്റില്ല. കണ്ട അപ്പോൾ കട്ടിംഗ് പ്ലെയറിൽ പകരം ഇത് വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു സംഭവം കണ്ട ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഇവനെ ഇങ്ങനെ നല്ലോണം പ്രസ് ചെയ്ത് കയറ്റുക. നമ്മൾ ട്രയൽ അടിച്ചൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എത്രത്തോളം ബെറ്റർ ആകും എന്നുള്ളതൊന്നും അറിയില്ല. നമ്മൾ നേരെ നമുക്ക് തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ എത്രത്തോളം ബെറ്റർ ആകും എന്നുള്ളത് നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഏകദേശം കുറച്ചുകൂടെ കയറണം. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറിയാലാണ് ഇവൻ വിടർന്ന് വരത്തുള്ളൂ. ഒരാൾ ഹാൻഡിലും കൊണ്ട് പോയാൽ മീൻ പിടിക്കാൻ. ഇതിപ്പോൾ നമ്മുടെ കാലിലേക്ക് ഹാൻഡിൽ ചെയ്യണം കേട്ടോ ഞാൻ. കാരണം ഈ നൂലിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചതിന് ശേഷം ഇവനത് അടിപൊളിയായിട്ട് പോകല്ലേ ഉള്ളിലേക്ക്. കറക്റ്റ് അടി കയറിയില്ലേ? ഓക്കെ. നേരത്തെ ട്രയലൊന്നും എടുത്ത് നോക്കിയിട്ടൊന്നുമില്ല. നമ്മൾ നേരെ നമുക്ക് തോന്നിയൊരു കാര്യം നമ്മൾ നേരെ ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, ഏകദേശം സെറ്റായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ആ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്ത് മാത്രം മതി കേട്ടോ. കൂടുതൽ നമ്മൾ കൈ ഗ്രിപ്പ് പിടിക്കുന്ന ഭാഗത്ത് മാത്രം മതി. ആണെങ്കിൽ ഇച്ചിരി ഫ്ലെക്സ് കിക്ക് ഇടേണ്ട കാര്യമില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഗ്രിപ്പ് ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ 3 ഗ്രിപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ആ ഗ്രിപ്പ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കളയണമെങ്കിൽ ഇത് ഫ്രീ ആയിട്ടിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഗ്രിപ്പ് കളയാണ്ടിട്ടാണ് കാരണം ചെറിയ മുഴ പോലെ ഉണ്ട്. പക്ഷേ അതിനകത്ത് നമുക്ക് നല്ലോണം പിടുത്തം കിട്ടുന്നുണ്ട് കേട്ടോ കൈ. ഇപ്പോൾ കൈ വെള്ളത്തിൽ നനഞ്ഞാൽ പോലും നമ്മുടെ കൈയൊക്കെ ശരിക്കും സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല പിടുത്തം കിട്ടുന്നുണ്ട് ഇപ്പോൾ തന്നെ.
തെന്നിപ്പോകാൻ ചാൻസ് ഇല്ല. ഇതുകൊണ്ട് വേറെ നമുക്ക് ദോഷങ്ങളും കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഗ്രിപ്പിങ്ങിനെ അഴിക്കുകയും ചെയ്യാം. നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടത്. ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. കണ്ടോ ഈ റബ്ബർ ഇപ്പോൾ പഴയ റബ്ബർ ഇട്ടാൽ വേണ്ട, കറക്റ്റ് ഈ ഒരു അളവിന് ഇട്ടാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പൊസിഷന് ഉണ്ട്. ഇപ്പോൾ ഈ പീസ് ഇങ്ങനെ ഒന്ന് വിടർത്തിയിട്ട് പതിക്കൊന്ന് ഫ്ലെക്സ് കിക്ക് ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഇവന് ഇടിയണമെന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഫ്ലെക്സ് കിക്ക് ഒഴിച്ചു കൊടുക്കാട്ടെ. അപ്പോൾ പിന്നെ ഇങ്ങനെ തട്ടിക്കഴിയുമ്പോഴുള്ള ഇങ്ങനെ ഒരു എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങും എന്നുള്ളത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഫ്ലെക്സ് കിക്ക് കയ്യിലുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഫ്ലെക്സ് കിക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുത്ത് നോക്കാട്ടെ. ഇത് പതിയെ പുറകിലോട്ടൊന്ന് ഞാൻ മുൻപോട്ടൊന്ന് പതിയൊന്ന് ചുരുട്ടി വെക്കണം. 2 സ്റ്റെപ്പ് കണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുരുട്ടി വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നനച്ചാൽ മതി, വലിയ കാര്യമായിട്ടൊന്നും വേണ്ട. ഇത് ഈ ഫ്ലെക്സ് കിക്ക് ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പവറായിരിക്കും, അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വലിയ ഇത് വരില്ല. ജസ്റ്റ് ഒന്നൊരു തുള്ളി ഇത് ഒഴിച്ചു കൊടുത്ത് ഇത് മടങ്ങി അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സെറ്റ് ആയിക്കോ. അവിടെ അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഞാൻ ഒന്ന് നനച്ചു കൊടുത്തായിരുന്നു, റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. മതിക്ക് സെറ്റായി കേട്ടോ, സാധനം അടിപൊളിയായിരിക്കും. ഇവിടെ ഇച്ചിരി താഴ്ച, വെള്ളത്തിന് അത്യാവശ്യം താഴ്ച ഉണ്ട്. ഏറ്റവും കര കൊണ്ട് ഇച്ചിരി വെള്ളത്തിൻ്റെ താഴ്ച ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ നോർമൽ ഇടുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ഡീപ്പിലേക്ക് കിട്ടുമെന്നുള്ളതെന്ന് അറിയില്ല. എന്തായാലും ഇതിട്ടിട്ട് ഒരു മീനെങ്കിലും ഒരു മീൻ പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിത് മാറ്റിയിട്ട് നമ്മൾ മാജിക് ഡാർട്ട് ഇടും. ഡീപ്പാണെന്നുണ്ടെങ്കിൽ കേട്ടോ, താഴ്ച ഉണ്ടെങ്കിൽ കൂടുതൽ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പം നമ്മൾ മീനടിക്കുന്ന ഡാർട്ട് ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. നമ്മുടെ മാജിക് ഡാർട്ടാണ് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവനൊന്ന് മാറ്റി ഇടുവാണ് നമ്മൾ. കൊച്ചാപ്പേ നമ്മൾ മാജിക് ഡാർട്ടൊന്ന് മാറ്റുവാണേ. അപ്പോൾ ഇവനടുത്ത് നമ്മുടെ ബാഗിനകത്തേക്കുന്നത് എടുത്ത് വെച്ചേക്കാം. ഓണാശംസകളൊക്കെ പറഞ്ഞായിരുന്നു എല്ലാവരോടും. എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ കുറച്ച് പേര്. എല്ലാവരോടും ഓണാശംസകളൊക്കെ ഒന്ന് പറഞ്ഞേക്കും. അതെ, നമ്മുടെ ഓട്ടോമാറ്റിക്കൽ മാറ്റിയിട്ട് നമ്മൾ നോർമൽ ഡാർട്ട് ഇട്ടിട്ടുണ്ട്. പുതിയ ഡാർട്ടാട്ടെ ഇത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിപ്പോൾ ഞാനധികം അങ്ങനെ ഇപ്പോൾ നോർമൽ ഉപയോഗിക്കാറില്ല. നമ്മൾ കരിമീൻ അടിക്കാനും വരാലടിക്കാനായിട്ടാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. തിലോപ്പിയൊക്കെ അടിക്കണം ഇപ്പോൾ മെയിനായിട്ട് കൊണ്ടുപോകുന്ന ഡാർട്ട് ഇത് തന്നെയാണ്. തിലോപ്പിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സൈസ് തിലോപ്പിയൊക്കെ അടിക്കുമ്പോൾ എന്നാലും ഓട്ടോമാറ്റിക്കൽ ഇല്ലെങ്കിൽ തന്നെ ഇവൻ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇച്ചിരി ഡീപ്പും ലോങ്ങൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ തന്നെ വേണം. ഇതിൻ്റെ വെയിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. വെയിറ്റ് കുറവാണ്. ഇത് ബാഗിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഒക്കെ എന്തായാലും നമുക്ക് റെഡിയാവും. ഈ സാധനങ്ങളൊക്കെ എല്ലാം ബാഗിലേക്ക് എടുത്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് സെറ്റ് ആയതിനു ശേഷം ഒന്ന് ഫിഷിംഗ് ഒന്ന് നോക്കാൻ കറങ്ങി അല്ലേ? ഓക്കെ, റെഡി? കുഞ്ഞു ചൂണ്ടയിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുഞ്ഞിന് ചൂണ്ടിടണമെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ബൈക്കാസ്റ്റ് ചൂണ്ട എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. കുഞ്ഞു ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്പോട്ടിലോട്ടൊക്കെ ഒന്ന് പതിയെ ഒന്ന് നോക്കാം. ഗ്ലൗസ് ഇട്ട് അതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലൗസ് ഒക്കെ സെറ്റാണ് ഉള്ളത്. ഗ്ലൗസ് നമുക്ക് സേഫ്റ്റി ഗ്ലൗസ് മാറാൻ ടൈം ആയിട്ടുണ്ട്. കാരണം ഉപ്പ് വെള്ളത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത്. മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ പോയി ഫിഷിങ് കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കാത്തതുകൊണ്ട് തുരുമ്പടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇച്ചിരി തുരുമ്പടി. ഇത് വന്നിട്ട് ഇപ്പം വാങ്ങിച്ചിട്ടൊരു 3-4 മാസം ആവണുള്ളൂ. അതിന് മുന്നേ വാങ്ങിച്ച 2 മാസം കൊണ്ട് നമ്മൾ മാറേണ്ടി വന്നു. കാരണം കരിമീൻ അടിക്കാനൊക്കെ പോയ സമയത്ത് ഉപ്പ് വെള്ളത്തിലായിരുന്നു കൂടുതൽ. നമ്മളെ തുരുമ്പടിച്ച് പെട്ടെന്ന് ചീത്തയായിരുന്നു. കുഞ്ഞോ ചൂണ്ടൊക്കെ ഇവിടെ സെറ്റ് വേണം. ഓക്കെ, ഞാനിവിടെ സെറ്റായി കഴിഞ്ഞു. അപ്പോൾ അതെ എല്ലാം സെറ്റായിട്ടുണ്ട്. നോർമൽ ഡാർട്ടായിട്ടാണ് കണ്ടല്ലോ, നമ്മളാ റബ്ബർ ഇട്ടാണ് ഡാർട്ടാണ്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലൗസ് ഡാമേജ് ആകുമെന്നുള്ള ഒന്ന് നോക്കിയേക്കാം കേട്ടോ. ഓക്കെ, സെറ്റ്. ഒരെണ്ണം നിപ്പുണ്ട് കേട്ടോ. അടുത്തെന്ന് വെച്ചാൽ നല്ല അടിപൊളി ക്ലോസ് റേഞ്ചിൽ ഒരെണ്ണം നിപ്പുണ്ട്. മോനെ കൊടുത്തു നോക്കാം. കൊണ്ടാടി കൊണ്ടിട്ടുണ്ടല്ലോ. ആ കൊണ്ട് മോനെ സാധനം ഉണ്ട്. അയ്യാ അയ്യ പൊളി പൊളി മോനെ. അതെ അടിപൊളി ഒരു ഐറ്റം സാധനം കിട്ടി മോനെ. ഒന്നും വിചാരിക്കണ്ട, അടിപൊളി സാധനം. അതെ നമ്മുടെ റബ്ബറൊക്കെ എവിടെ ഉണ്ട്, അതിനകത്ത് ഉണ്ടാന്നാവും റബ്ബർ. പ്ലസ് കേക്കൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റബ്ബർ പോയാന്നറിയില്ല. കൊച്ചാപ്പേ കമോൺ ആൻഡ് കൊച്ചാപ്പി പിടിച്ചോ. കൊണ്ടിരിക്കുന്ന പൊസിഷൻ നോക്കി പ്രതി വയർ ഭാഗത്താട്ടോ. അതെ ജസ്റ്റ് ഉണ്ട്. അതെ പാസ് ചെയ്ത് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റബ്ബർ ഇട്ടാക്കുന്നതാണെങ്കിലും പോലും റബ്ബർ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അതെ എനിക്ക് ബലം പിടിക്കാൻ പറ്റണില്ല. കയ്യിൽ ഈ മുള്ളു പോലെ തറഞ്ഞു കയറി റിട്ടേൺ പോകാൻ പറ്റില്ല. ബാക്കോട്ട് വരാൻ പറ്റില്ല. ഇത് ചെകളുടെ അതിലെ കൂടി അങ്ങോട്ട് കയറിയാക്കണം.
ഗ്ലൗസ് ഇട്ടാ കൊണ്ട് തന്നെ പിടിക്കുക. ഇപ്പുറത്തെ കണ്ട് പിടിച്ചിട്ട് എനിക്ക് വലിക്കാൻ പറ്റുന്നില്ല. കണ്ട റബ്ബർ ഡാമേജ് ആയിട്ടുണ്ട്. കണ്ട റബ്ബർ പൊട്ടിയിട്ടുണ്ട്. അത് ആ ഇതൊഴിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പ്ലസ് കിക്ക് ഒഴിച്ചപ്പോ ഇച്ചിരി പിന്നെ വന്നിട്ടില്ല ഇങ്ങോട്ട്. ഇത് പിലോപ്പി ഉണ്ട് വേണ ഇപ്പൊ വന്നത് ആദ്യത്തെ മീൻ കിട്ടിയതല്ലോ തുടങ്ങിയതല്ലോ. തേങ്ങ നോക്കാന്ന അപ്പൊ ആദ്യത്തെ മീനെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡാറ്റിന് വലിയ ഡാമേജ് ഒന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലെക്ക് ഒഴിച്ചതിന്റെ എനിക്ക് തോന്നുന്നു ഇച്ചിരി വലിച്ചതേ ഇവിടെ നിന്ന് ഇച്ചിരി വിട്ടിട്ടുണ്ട്. പഴയതായത് കൊണ്ടാണ് പഴയ റബ്ബറാണ് എടുത്തിട്ടത്. കട്ട് ചെയ്ത് ഉപയോഗിച്ചിട്ട് പൊട്ടിയ റബ്ബർ ഇന്ന് കട്ട് ചെയ്തെടുത്തത്. അപ്പൊ എന്തായാലും ഏകദേശം 1/2 കിലോ സൈസുള്ള ഒരു മീനാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഓണക്കോടി ഡ്രസ്സാണ്, ഉടുപ്പ് ചീത്തയാക്കരുത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇടുവാണ്. മീനാണോ എന്താണെന്ന് അറിയില്ല. ഒരു ബ്ലാക്ക് കളർ കാണുന്നുണ്ട്. എന്തായാലും അതിലൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കുവാണ്. മീനാണ് മൂവ് ചെയ്ത് മാറിയത്. കണ്ട മീനായിരുന്നു കണ്ട. ഹെഡ് പടക്കം ഷൂട്ട്. എല്ലാ സൈസ് താനോന്ന് ശരിക്കും പറഞ്ഞാൽ വെയില് കണ്ണിലേക്ക് പുറകിന്ന് ഈ സൈഡിൽ കൂടിയാണ് കണ്ണിലേക്ക് വെയിലടിക്കുന്നത്. കാരണം കാണാൻ പറ്റുന്നില്ല. ഇരുന്ന് നല്ലോണം വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷമാണ് ഷൂട്ട് ചെയ്തത്. കണ്ട അപാര ഹെഡ് ഷൂട്ട് വന്നപ്പോഴേ റെഡ് ഇവിടെ ഓടിയെന്ന് പറഞ്ഞത്. ഇതാണ് നമ്മുടെ നോർമൽ ഡാട്ടിൽ തന്നെ കേട്ടോ. നല്ല ഹെവി ഒരു സാധനം കിട്ടിയിട്ടുണ്ടല്ല, കിടുക്കൻ സാധനം. ഏകദേശം ഒരു 700-800 ഗ്രാം കാണും അല്ലേ. ഏകദേശം നല്ല സൈസ് തന്നെ. ഇവന് നമുക്ക് ഗ്രിപ്പറിൽ അവിടെ കൊണ്ടിട്ട് വരാം. ഗ്രിപ്പറിൽ നമ്മൾ മീൻ അവിടെ ഇട്ടേക്കുവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഗ്രിപ്പർ ഇതിലേക്ക് ഊരാം. എന്നിട്ട് ഗ്രിപ്പറിലേക്ക് എടുത്തിട്ടാണ് നമുക്ക്. ഓക്കെ, അപ്പം എന്തായാലും മീനൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ഓണമായിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നല്ല വെയിലൊക്കെ തെളിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു അത്യാവശ്യം മീൻ കിട്ടിയത്. എന്തായാലും ഒരു 4:30-5 മണിയായിട്ട് ആയിട്ടുണ്ട് ഇപ്പം. ശരിക്കും ഓർത്ത് ഞാൻ ഈ സമയത്ത് മീൻ കിട്ടില്ലെന്നാണ് ഓർത്ത്. പക്ഷേ നമ്മൾ ചതിച്ചില്ല. എന്തായാലും ഓണമായിട്ട് നമ്മൾ സന്തോഷം തന്നെ. ഓക്കെ, അപ്പോൾ മച്ചാന്മാരതെ നമ്മൾ ഈ നോർമൽ ഡാറ്റ മാറ്റി വെക്കാൻ പോവാണ്. കാരണം ഇത് ഇട്ടിട്ട് ഇപ്പം നമുക്ക് 2 മീനൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ആ റെഡ് സംഭവം ഇവിടെ കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പശയുടെ അല്ല, പഴയ റബ്ബർ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് എഡ്ജൊന്നും ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിലൊന്നുമല്ല ചെയ്തത്. നമ്മൾ പെട്ടെന്ന് ഫിഷിംഗ് സ്പോട്ടിൽ ഒന്ന് പെട്ടെന്നുള്ള റെഡിമെയ്ഡ് സെറ്റിംഗ് ആയതുകൊണ്ടാണ് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ഇച്ചിരി നീളം ലെങ്ത്തൊക്കെ കൂട്ടി നല്ല രീതിയിൽ പശയിട്ട് വെക്കണമെങ്കിൽ നല്ല രീതിയിലാകും. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള വീഡിയോ ഞാൻ അടുത്ത ഇതിൽ ഞാൻ പറയാം കേട്ടോ. കാരണം നല്ല രീതിയിലൊന്ന് ചെയ്തിട്ട് ഫ്ലെക്സ് കിക്കൊക്കെ ഫുള്ളായിട്ട് തേച്ച് നമ്മളിതിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഞാൻ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളെന്ന് പറയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡാട്ട് മാറ്റിയിട്ടിട്ട് ഷൂട്ട് ചെയ്യാൻ പോകണം. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെയാണ് ഇപ്പോൾ ഈ തോട്ടിൽ മീനില്ല, ആ കണ്ടത്തിൽ 1-2 മീൻ കിടപ്പുണ്ട്. അപ്പോൾ അതിനൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവനിട്ട് ഷൂട്ട് ചെയ്തൊക്കെ ഇട്ടാച്ചിരി ബുദ്ധിമുട്ടാണ്. വലിയ തിലോപ്പിയാണ്, ഏകദേശം ഒരു 3/4 കിലോ 1 കിലോ സൈസ് വരും തിലോപ്പി. അത്രയുള്ള സൈസ് തിലോപ്പി കിടക്കണം. അപ്പോൾ ബാഗും സാധനങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ വെച്ചേക്കണം. അപ്പോൾ അത് അവിടെ പോയിട്ട് നമ്മൾ മാജിക് ഡാറ്റ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ലോങ്ങും കിട്ടും, ഓട്ടോമാറ്റിക് ലോക്ക്. അതുകൊണ്ട് തന്നെ അവന്മാർ മിസ്സാണ്ട് നമുക്ക് കയറ്റാൻ പറ്റും. എങ്ങനെ വന്നാലും ആ രണ്ടാമന്മാർ നല്ല വലുതിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമന്മാർ നമുക്ക് പിടിക്കണം. അപ്പോൾ ഇതൊന്ന് മാറ്റുവാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല രീതിയിലുള്ളൊരു വീഡിയോ വീണ്ടും നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി നമുക്ക് മാജിക് ഡാട്ടിലേക്ക് നോക്കാം. ഓക്കെ, മളാനാണ് ഇവിടെ മളാനല്ലേ പാമ്പാണ് ഇത്. അയ്യോ, കുഞ്ഞിന്റെ ചൂണ്ടിൽ പാമ്പ് പിടിച്ച്. പതുക്കെ പൊക്കിക്ക്. ആ പാമ്പേ വിട്. കൊളുത്ത് കയറിയില്ല. ഞാൻ വട്ടം കടിച്ചു പിടിച്ചേക്കായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇത് പോകുന്നു. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ പാമ്പിനെ പിടിച്ചതാ. പാമ്പിനെ പിടിക്കാനുള്ള സാധനമല്ലേ ഇത്. ഇത് വരാല് പിടിക്കുന്ന രോഗാണിത്. അത് വിഴുങ്ങാഞ്ഞ ഭാഗ്യം തന്നെ. പാമ്പിന്റെ മുമ്പിൽ കൊണ്ട് ചൂണ്ടിട്ടോട്ടെ. നമ്മൾ കുളത്തിൽ കുക്കായി കഴിഞ്ഞാൽ പിന്നെ പാമ്പിനെ കൊല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിനെ കൊല്ലാൻ പാടില്ല പാമ്പിനെ. നീർക്കോലിയല്ലേ, എന്തിനാ പറയണം? അത് പൂള നീർക്കോലി പാമ്പ്. അത് എന്തോ കളിച്ച് ഞങ്ങൾ ഫിഷിംഗ് ചെയ്തിരിക്കുന്ന സമയത്ത് ചൂണ്ടെടുത്ത് കളിച്ച് പാമ്പ് കയറി പിടിച്ച്. ഭാഗ്യത്തിന് ഹുക്ക് കയറിയില്ല കേട്ടോ. അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ അവനെ കൊല്ലേണ്ടി വന്നെ നമ്മൾ അവനെ ഹുക്കൂരാനായിട്ട്. ഇനി സ്റ്റിക്കെടുത്ത് പാമ്പിനായിട്ട് ഇടരുന്നു കേട്ടാ. അത് അരികിലേക്ക് പോകുന്നത് അപ്പുറത്ത് തന്നെ ചെല്ലേണ്ടി വരും. ഇത് പോകാൻ പറ്റുന്ന സാധനം.
കൊണ്ടാ കൊണ്ടല്ലേ കൊണ്ടാ കൊണ്ടറാ കൊണ്ട് കിണ്ണം കാച്ചിയ സാധനത്തിൽ അടിച്ച് അത്ര ലോങ്ങിലിട്ട് അടിച്ചു പോരാ. ഇത് കിണ്ണൻ ഷോട്ട് അത് അടി കൊണ്ടിട്ട് അവിടെ തന്നെ നിൽക്കായിരുന്നല്ലോ. കലക്കൻ സാധനം ഇതിന്റെ അകത്തും കൂടെ വലിച്ചെടുക്കണ ഇച്ചിരി റിസ്ക്. ഇവിടുന്ന് വെയിലടിക്കണ തൊപ്പി ഇങ്ങനെ വെച്ചാട്ടാ, കണ്ണിലേക്ക് ശരിക്കും വെയിലടിക്കണം സൈഡിൽ നിന്ന്. തലയും കുത്തി കിടപ്പുണ്ട് ഷാർക്ക്. എന്റെ മോനെ 1 kg ആണ്. 1 kg അന്യായ മുതല. എന്റെ മോനെ കുഞ്ഞാ, എന്റെ മോനെ ഉടക്കിപ്പോയല്ലേ ഇവിടെ. അയ്യോ എന്റെ മോനെ അയ്യോ പോയി. കരയിലാ കിടക്കണത്. 1 kg പ്ലസ്. ഇറങ്ങാനായിട്ട് കാണാൻ പറ്റുന്നില്ല. വെള്ളത്തിലല്ലേ? അവിടെ വെള്ളമുണ്ട് അവിടെ അടിയിൽ. പക്ഷെ അതാ ഇതിന്റെ പുല്ലിനകത്താ വീണ് കിടക്കണം. ഇറങ്ങാൻ പറ്റുമോ? ചേടാ ഇറങ്ങണമെന്ന് വെച്ചാൽ ഇവിടെ നല്ല താഴ്ച. ഈ തടി എടുത്തിട്ട് തടിയുടെ പക്കത്തോടെ ഇറങ്ങാൻ പറ്റുമോ? ആ വെള്ളത്തിൽ തന്നെ കിടപ്പുണ്ടോ അവിടെ? കാണാൻ പറ്റണ്ട. കണ്ടായിരുന്നെങ്കിൽ ഒരടി ഇടിക്കായിരുന്നല്ലേ. ആ പുല്ലിന്റെ പുറത്ത് അങ്ങനെ തങ്ങി നിക്കണം. കാണാൻ പറ്റില്ല. താഴ്ച ഉണ്ടാവും. ഇവിടെ താഴ്ച ഉണ്ടാവും. ആ വരമ്പിൽ കൂടെ കണ്ടത്തിലോട്ട് കാഴ്ച കഴിഞ്ഞാൽ ആ അരിയിലെ കൂടെ ഒക്കെ വരാം. പക്ഷെ ഇവിടെ താഴ്ച ഉണ്ട്. ഇത് തൊട്ടിൽ താഴ്ച ഉണ്ടാവും. അതല്ല ഇവിടെ ഈ സൈഡില് കൊണ്ടാ മീനിട്ടാണല്ലോ കൊണ്ട സൗണ്ട് പോലെ കേട്ടല്ല. മീനാണത്. ഇല്ല അത് കിറ്റ. അത് പോയി. മീൻ അയ്യോ അത് മിസ്സാണേക്കും പഠിക്കാം. ഇല്ല പോയിട്ടില്ല. കറക്റ്റ് അടിക്കാൻ പാതിനേക്ക് ഞാൻ പോയാ ഇവിടെ കണ്ട് അതവിടെ കുത്തിക്ക് തല കുത്തി നിക്ക്. എടാ ഇവര് ഓക്കലാവണില്ല. അത് അങ്ങോട്ട് തിരിഞ്ഞാ കിടക്കണത്. ആ കൊണ്ട് മോനെ കൊണ്ട് അടി കൊണ്ട് ഇപ്പൊ കേറ്. കൂടി ഡാറ്റെടുത്ത്. എന്റെ മോനെ ഇത് കണ്ട സാധനം ആടെ ആദ്യം അടി കൊണ്ടെന്ന് മുതുകിന് വന്നേ തറഞ്ഞിരിക്കുവായിരുന്നു. ഇതേ ഇവന്റെ വായിൽ കൂടി ഡാർത്തണം. 1 kg പ്ലസ്. ഫസ്റ്റ് അടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കേട്ടില്ല. നല്ല ലോങ് ആയിരുന്നു കേട്ടാ. ഒരു 1/200 മാക്സിമം കാണും നമുക്ക്. അതേ സൈസ് ഒരു കിട്ടുന്ന സാധനം. ഇപ്പൊ വന്നാക്കണ ഡാട്ട് നോക്കിക്കണ്ടേ. ഡാട്ടില് ചൂണ്ടിയിട്ട് കൊളുത്തി കണക്കാണ് എന്റെ വായിലിരിക്കണം. ഡാട്ട അടിപൊളി. എന്നാ ഞങ്ങൾ ഷൂട്ട് എന്താ സാധനം ചെറുതെങ്ങും അല്ല. മുതല് അടിപൊളി സാധനം കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ ആദ്യത്തെ ഇതിൽ കിട്ടിയാണ് 2 കിടക്കണത്. അടിപൊളി മുതലെന്ന് വെച്ചാൽ അടിപൊളി മുതല കണ്ടാ. ഇതിന്റെ ഒരു കണ്ണ് ഡാമേജ് ആണല്ലോ അവിടെ. അതാണ് പോവാൻ. ആ ഇതേ വെള്ളം ശരിക്കും ഇവിടെ വറ്റിയിട്ട് നല്ലോണം ഇതായി പോകാൻ ഉണങ്ങിയതാണ് കണ്ട. അന്നേരം ശരിക്കും നമ്മൾ ഈ സമയത്ത് വന്നിട്ടില്ല കുഞ്ഞു. അടിപൊളി. അപ്പൊ നമുക്കിത് ഇവനെ ഡാട്ട് പാസ് വായിക്കൂടെ നമുക്ക് അഴിച്ചെടുക്കാം കേട്ടോ. നല്ല പാകത്തിന് അഴിച്ചെടുക്കാം. മറ്റേ മീനിന്റെ ഒക്കെ വലിപ്പം വെച്ച് കാണിച്ചു കൊടുക്കും. നമ്മൾ ആദ്യം കിട്ടാൻ 2 മീനുണ്ടല്ലോ, അതിന്റെ ഒപ്പം വെച്ച് കൊണ്ട് കേട്ടാ. ഇതിന്റെ അടുത്ത് ഇങ്ങനെ ഇട്ടാലുള്ള അതിന്റെ വലിപ്പം അറിയാൻ പറ്റും കേട്ടാ. അതെ നമ്മുടെ കാല് വെച്ച് കഴിയുമ്പോൾ തന്നെ അറിയാതെ വാലിന്റെ അവിടെ നിന്ന് കാല് വെച്ചിട്ട് മീനിന്റെ പകുതി 120 കാണുമല്ലേ മാക്സിമം. ശരിക്കും പറഞ്ഞാൽ കാടിനകത്ത് പെട്ടുപോയത് കൊണ്ട് ഞാൻ കണ്ണട വെച്ചിട്ട് കാണാൻ പറ്റില്ല. നല്ല ഇരുട്ടായിരുന്നു. ആദ്യം എടുത്തൊരു കിറ്റിൽ കൊണ്ട് രണ്ടാമത്തെ ഷൂട്ട് നമുക്കത് കിട്ടി. അപ്പോൾ കണ്ണട ഒരു കുഞ്ഞുണ്ടിയിൽ കൊടുത്തത്. കുഞ്ഞു ഗ്ലാസ് കൊണ്ടുവരും. എൻ്റെ റൈബാൻ ഗ്ലാസ് ഇത് വെച്ചാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. അത് നോക്കട്ടെ.
ആ ഓക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇവനുണ്ടായിട്ട് പോലും നമുക്ക് അത് മിസ്സായെന്ന് പറഞ്ഞാൽ നമ്മൾ ആ നോർമൽ ഡാറ്റയിട്ട് ഷൂട്ട് ചെയ്തായിരുന്നുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. അതുകൊണ്ട് അത്ര ലോങ്ങിലടിക്കാൻ ഇവനെ തന്നെ ഞാൻ എടുത്തത് കേട്ടോ. ഞാൻ പറയും കൂടെ ചെയ്ത് 2 വലുത് കിടപ്പുണ്ടായി. ഇപ്പം എന്തായാലും ഒരുത്തൻ കയറിയിട്ടുണ്ടെങ്കിൽ ഒരുത്തനും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ വലുത്. ബാക്കിയുള്ളത് ഏകദേശം ഒരു 1/2 കിലോ സൈസൊക്കെ ഉണ്ടാവണം എനിക്ക് തോന്നുന്നത്. ഇനി ഉള്ളതിൽ ഒരുത്തനും കൂടെ ഉണ്ട്, ഒരു 1 kg പ്ലസ് ഉണ്ട്. കിട്ടുക അതിനെ കൂടെ നമുക്ക് നോക്കാം. തക്കം കിട്ടിയാൽ നമുക്ക് അടിക്കാം കേട്ടോ. കിണ്ണൻ അതിനെ കിട്ടി. അതാ പറഞ്ഞത് വലിയ തിലോപ്പിയാണെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ ഇത് നാടനാണ് കേട്ടോ. നാടൻ തിലോപ്പിനെ കണ്ടുകൊണ്ട് മാത്രം ഞാൻ അടിച്ചതാണ്. ഇല്ലെങ്കിൽ ഞാൻ അടിക്കലായിരുന്നു ഇത്ര ചെറിയ തിലോപ്പിനെ. ഇതുണ്ട എൻ്റെ മേത്തോട്ടൊക്കെ ചെളി ധരിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഓണ സ്പെഷ്യൽ ഇന്ന് വറക്കാം അല്ല കുഞ്ഞിന് വറക്കാൻ പറ്റിയ നല്ല അടിപൊളി നാടൻ തിലോപ്പി. കാളാഞ്ചി ടൈപ്പാണല്ലോ. ഇവൻ ചുറ്റിപ്പോയി. ഇങ്ങോട്ടാണ് ചുറ്റി കാണാൻ പറ്റണില്ലല്ലോ. തണലപ്പം വേണ്ട നമുക്ക് ഇവനെ അഴിച്ചു നേരം താഴത്തേക്ക് കിടന്ന് നമ്മൾ സമയം കളയും പറഞ്ഞത്. നാടൻ തിലോപ്പി കേട്ടോ. അധികം വലുതൊന്നും അല്ല, ഒരു 100 ഗ്രാം ഒക്കെ കാണും അല്ലേ. 100 ഗ്രാം മാക്സിമം പോയി. അത് വലിയ തൂക്കം കാണാം. താഴത്തേക്കില്ല. പോരിങ്ങാട്ട് ചൂണ്ടോടിക്കല്ലേ എടുക്കാം. നമ്മള് ഫിഷിങ് നിർത്താൻ പോവാ. അതെ ഇതിൽ പറയണം നമുക്കൊന്നുമില്ല കാര്യം. അപ്പൊ ഇന്ന് ഓണമൊക്കെ ആയിട്ട് നമുക്കിത് ഇന്നലെ തിരുവോണമായിരുന്നു. അപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഇന്നത്തെ ഒരു ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയത്. ഓണത്തിന് വേറെ ഫിഷിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന് വന്നിട്ട് നാടൻ തിലോപ്പി കൈ ചീത്തേക്കണ്ട, അച്ചെടുത്തോളാം, സഞ്ചി എടുത്തിട്ട് വന്നാൽ മതി. അപ്പൊ അതെ നമുക്കൊരു നാടൻ തിലോപ്പി. ഇത് നാടനാണ്. അപ്പൊ ഇത് അല്ലല്ലേ, ഇത് ഗിഫ്റ്റാന്ന് തോന്നുന്നു അല്ലേ. സഞ്ചി എടുത്തു. അപ്പൊ തിലോപ്പി നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയി കറങ്ങിയിട്ട് വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ. കിട്ടിയതിൽ ഏറ്റവും വലുത് ഒരു 100, 1,200 മാക്സിമം വരും. ഇത് പാൽ തിലോപ്പിയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇത് ഏകദേശം ഒരു 700 ഗ്രാം സൈസ് വരുന്നതാണ് ഇത് വരേണ്ടത്. ഒരു 2 എണ്ണമായി നമുക്കിപ്പോൾ. പിന്നെ ഇത് ഒരു 1/2 കിലോ കാണും അല്ലേ. ഒരു 400 മാക്സിമം, ഒരു 400. അതിൽ കൂടുതൽ വലിപ്പം കാണാൻ ചാൻസ് എനിക്ക് തോന്നുന്നില്ല. 400. പിന്നെ ഇത് ഒരു 100 ഗ്രാം വരുള്ളൂ കേട്ടോ. ഇത് നാടൻ തിലോപ്പിയാണ്. നാടൻ തിലോപ്പിയൊക്കെ റെയറാണ് കേട്ടോ. അപ്പം ഇന്ന് 4 തിലോപ്പിയാണ് കിട്ടിയത്. കുറച്ചധികം കഷ്ടപ്പെട്ട്. കാരണം നമ്മൾ ആദ്യം ആ ഡാർട്ടിൻ്റെ ഒരു ചെറിയൊരു എന്താണ് പറയുക, നമ്മുടെ ഗ്ലൗസ് ഗിയറിൻ്റെ ഒരു ചെറിയൊരു ടിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ അതിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ മീനൊക്കെ ലോങ്ങിൽ കണ്ടുകൊണ്ട് നമ്മൾ അത് മാറ്റിയിട്ട് ഈ ഒരു ഡാറ്റിൽ അടിച്ചിട്ട് ഏകദേശം 1-2 എണ്ണം. ആദ്യത്തെ 2 എണ്ണം നമുക്ക് കിട്ടിയത് നമ്മളെ ആ ഡാറ്റിൽ തന്നെ. ബാക്കി 2 എണ്ണം അടിച്ചത് ഈ ഡാറ്റിൽ തന്നെ നമ്മൾ അടിച്ചത്, മാജിക് ഡാറ്റിൽ. അപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം തൊട്ട് ഇനി ഞാൻ ചെയ്യുന്ന എല്ലാ ഇതിൻ്റെ ഡാർട്ടിൻ്റെ ബാക്കിൽ അതേപോലെ റബ്ബർ സെറ്റ് ചെയ്തിട്ടായിരിക്കും ഷൂട്ട് ചെയ്യണം. കാരണം അത്യാവശ്യം നല്ലോണം ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം ഫുള്ള് പശ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും ഫുള്ളായിട്ട് അത് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുള്ളൂ. നമ്മൾ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ടതിന് ശേഷം 2 അറ്റം മാത്രം ജസ്റ്റ് മടക്കിയിട്ട് ജസ്റ്റ് ഫ്ലെക്സ് ഇട്ട് കൊടുത്തുകൊണ്ട് അധികം സീറ്റിംഗ് ആയിട്ടില്ല കേട്ടോ. പഴയ റബ്ബറുമാണ് ഇട്ടത്. അതുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ വന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ നല്ല സെറ്റപ്പായിട്ട് നമുക്ക് ഡാർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് കിട്ടിയിരിക്കുന്ന മീനെ നമുക്ക് സഞ്ചിക്കകത്തേക്ക് ആക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അതെ നമ്മുടെ ഫസ്റ്റ് നാടൻ തിലോപ്പിനെ തന്നെ എടുത്തിടുവാണ്. പിന്നെ ഒരു 3 ചിത്രലാടത്തിൽ പെട്ട സാധനമാണ്. ഇപ്പം ഇതേ സൈസ് ഇനി ഇപ്പോൾ 2-3 വലുതുകൂടെ ഇതിനകത്ത് കിടപ്പുണ്ട്. 2-3 അല്ല, 2-3 കൂടുതൽ കിടപ്പുണ്ട്. ഇത് ഈ മുതലിനെ നമുക്ക് എത്ര ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ പിടിച്ചെന്നറിയാം. അവൻ അടിച്ചിവിടെ കൊണ്ടുവന്ന് മിസ്സായി പോയിട്ട് നമ്മൾ കരയിലേക്ക് കയറ്റി നമ്മൾ കണക്കിനാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഓണം കഴിഞ്ഞിട്ട് നല്ല കിടിലം വീഡിയോ ഒക്കെ ചെയ്യാം. ക്രോസ് ബോ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം നമ്മൾ റെഡിയാക്കി എല്ലാം സർവീസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ എൻഡ് ഗ്യാപ്പ് കൂടെ ചേഞ്ച് ചെയ്യാനുണ്ട്. ഇപ്പോൾ എൻഡ് ഗ്യാപ്പ് ജസ്റ്റ് ഒരു പൊട്ടുപാട് വീണിട്ടുണ്ട്. അപ്പോൾ ആ എൻഡ് ഗ്യാപ്പും കൂടെ ചേഞ്ച് ചെയ്തിട്ട് വേണം. എൻഡ് ഗ്യാപ്പ് ചിലപ്പോൾ ഷൂട്ട് ചെയ്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പുതിയ നമുക്ക് സ്ട്രിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. കമ്പനിയിൽ നിന്ന് മേക്ക് ചെയ്ത് പറഞ്ഞാൽ ഒറിജിനൽ സ്ട്രിങ് ഒക്കെയാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. അത് സാധാ സ്ട്രിങ്ങിലും കുറച്ചുകൂടെയൊക്കെ കേജ് കൂടുതലൊക്കെയുള്ള സ്ട്രിങ്ങാണ് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും എൻഡ് ഗ്യാപ്പ് ഒന്ന് പുതിയതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഓണാശംസകളൊക്കെ നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.